വെയിറ്റ് ഉണ്ട് കേട്ടോ, ബുള്ളറ്റിൻ്റെ വെയിറ്റ് ആണ്. ഞാൻ ആദ്യം കാണിച്ച നമ്മുടെ ടി വി എസിൻ്റെ ബോൾട്ട് ഉണ്ടല്ലോ, ടി വി എസിൻ്റെ ബോൾട്ട് നമ്മളെ അടിക്കേണ്ടി വരും. വെൽക്കം ബാക്ക് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡോമിനർ ഹാൻഡിൽ എങ്ങനെ NS20 സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ സ്വന്തം വണ്ടിയിൽ തന്നെയാണ് ഞാൻ ഡോമിനറിൻ്റെ ഹാൻഡിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഹാൻഡിൽ ഓൾറെഡി സെറ്റ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ സെറ്റ് ചെയ്ത് പിറ്റേ ദിവസമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ഹാൻഡിൽ സെറ്റ് ചെയ്തിട്ട് ഒരു ദിവസമെങ്കിലും ജസ്റ്റ് ഒന്ന് ഫുള്ളായിട്ട് ഓടിച്ച് നോക്കിയിട്ട് എനിക്ക് അതിൻ്റെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് തോന്നി. അപ്പോൾ വണ്ടി ഒരു ദിവസം ഫുള്ളായിട്ട് ഞാൻ എന്തായാലും ഓടിച്ചു കേട്ടോ. എങ്ങനെയാണ് നമുക്ക് ഹാൻഡിലും കാര്യങ്ങളും NS ഡോമിനറിൻ്റെ ഹാൻഡിൽ എങ്ങനെയാണ് NS സെറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യം പോയി ആ ഒരു വീഡിയോ കണ്ടിട്ട് വാട്ടോ ഗൈസ്. അപ്പോൾ നമ്മുടെ എടുത്തേക്ക് നമ്മുടെ ഡോമിനറിൻ്റെ ഹാൻഡിൽ തന്നെ കേട്ടോ. ഡോമിനറിൻ്റെ ഹാൻഡിലുണ്ട്, പിന്നെ ഡോമിനറിൻ്റെ ക്ലിപ്പ് ഓൺ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ വെയിറ്റ് ഉണ്ട് കേട്ടോ, ബുള്ളറ്റിൻ്റെ വെയിറ്റ് ആണ്. നമ്മളെ ക്ലിപ്പ് ഓണിൻ്റെ അടിയിൽ വയ്ക്കാനായിട്ട് ബുള്ളറ്റിൻ്റെ വെയിറ്റ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ 8mm ടി വി എസിൻ്റെ ബോൾട്ടാണ് കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് മെയിനായിട്ട് നമ്മൾ ഡോമിനറിൻ്റെ ഹാൻഡിൽ NS സെറ്റ് ചെയ്യാൻ വേണ്ടി വേണ്ടത്. Everybody knows that I'm breaking down. Everybody knows I ain't faking now. Everybody knows my heart's vacant now. Yeah, she hates me now, I made mistakes but now I don't ever wanna be alone. I don't really ever feel at home. On my own, in the zone, that's the only way I know. Feeling low, about to blow back up. Here I won't ever let the doubt creep in. Gotta pop a couple more aspirin. I don't think I'll ever let you in. Easier to break it off best friends. I don't really understand myself. I don't really understand, need help. I don't wanna be left on the shelf. Couldn't even hear me if I yelled. It's so cold outside, I'm alone, I'm alright. It's so cold outside, I'm alone, I'm alright. It's so cold outside, I'm alone, it's so cold outside, break down. Always feel like I could break now, but I never let it take me to that place now. I won't ever let my thoughts get away now. I got better things to do, picking fate now. I just wanna be the best, call me great now. I don't know if I'm okay or insane now. I remember better days on the playground, hoping I can find my way. Even when I'm feeling down, I fight. Even when I don't know what is right, I'ma pick a side and I'ma take pride. I will decide my fate and I will never let them tell me who I am. If you try to shake me, I'll be damned. Planet on the ground is where I stand. Never give up, that was always the plan. It's so cold outside, I'm alone, I'm alright. It's so cold outside, I'm alone, I'm alright. It's so cold outside, I'm alone, it's so cold outside, I'm alone. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഹാൻഡിൽ സെറ്റ് ചെയ്തേട്ടാ. നമ്മൾ സക്സസ്ഫുള്ളി ഡോമിനറിൻ്റെ ഹാൻഡിൽ നമ്മുടെ NS20 സെറ്റ് ചെയ്ത് കഴിഞ്ഞു. സെറ്റ് ചെയ്തതിന് ശേഷമുള്ള ഓവറോൾ ഒരു ലുക്ക് ഇതാണ് കേട്ടോ. ലുക്ക് ടോട്ടലി മാറിക്കഴിഞ്ഞു. ഹാൻഡിൽ മാറിയപ്പോഴത്തേക്ക് വണ്ടിയുടെ ലുക്കും മൊത്തത്തിലൊരു ചേഞ്ച് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഒരു സ്റ്റണ്ട് ചെയ്യുന്ന വണ്ടിയുടെ ലുക്കിലോട്ടൊക്കെ മാറിയിട്ടുണ്ട്. ഇവിടെ നിന്നൊക്കെ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു സിംഗിൾ പീസ് ഹാൻഡിലിൻ്റെ ഒരു ഹൈറ്റും കാര്യങ്ങളൊക്കെ നല്ലോണം അറിയാൻ പറ്റും. വണ്ടിയുടെ ലുക്കും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. ഞാൻ ഗ്രാബ് റെയിലൊക്കെ ഓൾറെഡി പൊക്കിയൊക്കെ വെച്ചുകൊണ്ട് ഫുള്ളി ഒരു സ്റ്റണ്ട് മോഡൽ ബൈക്കൊക്കെ ആയിട്ടാ. ആ ഒരു ഫീലും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു ഓവറോൾ ലുക്ക് ഇതാണ്. നമ്മൾ ഹാൻഡിൽ മാറിയതിന് ശേഷമുള്ള വണ്ടിയുടെ ഒരു ലുക്ക് ഇതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം, ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് മൊത്തം സെറ്റ് ചെയ്തേക്കണത് ഞാൻ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു പോർഷനിലൊക്കെ ഈ ഒരു ലുക്കാണ് കേട്ടോ. നിങ്ങളൊക്കെ കണ്ടു കാണും, ഒരുപാട് പേര് വീഡിയോയിലൊക്കെ കണ്ടു കാണും. ആദ്യമായിട്ടല്ല ഈ ഒരു സാധനം, അല്ല ഇപ്പോൾ ട്രെൻഡായതല്ല, കുറേ നാളായി കേട്ടോ. അപ്പോൾ ഓൾറെഡി യൂട്യൂബിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്ങനെയാണ് സെറ്റ് ചെയ്യണമെന്നുള്ളത്. എന്നാലും ഞാൻ ഒന്ന് പറഞ്ഞുതരാം. ഞാൻ ആദ്യമേ കാണിച്ച പോലെ നമ്മുടെ ഡോമിനറിൻ്റെ തന്നെ ഹാൻഡിൽ ബാറാണിത്. ഡോമിനറിൻ്റെ ക്ലിപ്പ് ഓൺ ആണ് കേട്ടോ. അപ്പോൾ
ബാക്കി സ്വിച്ച് സെറ്റും കാര്യങ്ങളും ബാക്കിയെല്ലാം നമ്മൾ മാറ്റം ഒന്നും വരുത്തിയിട്ടില്ല. അതൊക്കെ സെയിം നമ്മുടെ NSൻ്റെ തന്നെയാണ് കേട്ടോ. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ ഇവിടത്തേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ ഡോമിനറിൻ്റെ നമ്മുടെ ക്ലിപ്പ് ഓൺ കഴിഞ്ഞിട്ട് നമ്മുടെ ഇവിടെ ബുള്ളറ്റിൻ്റെ വെയിറ്റ് ആണ് കേട്ടോ സെറ്റ് ചെയ്തേക്കുന്നത്. ബുള്ളറ്റിൻ്റെ വെയിറ്റ് അപ്പുറം സെറ്റ് ചെയ്തിട്ടുണ്ട്. സെറ്റ് ചെയ്ത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് കുറച്ച് റൈസായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്, അത് ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഒരു വെയിറ്റും കാര്യങ്ങളും ഇവിടെ വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ വെയിറ്റ് കഴിഞ്ഞ് താഴോട്ട് വരുമ്പോഴത്തേക്കും ഞാൻ ആദ്യം കാണിച്ച നമ്മുടെ TVSൻ്റെ ബോൾട്ട് ഉണ്ടല്ലോ, TVSൻ്റെ ബോൾട്ട് നമ്മുടെ ഹോൾഡറിൻ്റെ അകത്തൂടെ ഇറക്കിയിട്ട് നമ്മുടെ ഈ ഒരു എന്താണ് ഈ 3 പീസിൻ്റെ സെൻറ്ററിൽ വരുന്ന പീസിൽ ഓൾറെഡി NSൻ്റെ ഇവിടെ ഒരു ഹോൾ കണക്കൊരു ഡിസൈൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്തൂടെ ഇറക്കിയിട്ട് നമ്മുടെ 8mm TVSൻ്റെ ബോൾട്ടാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ബോൾട്ടിൻ്റെ ഇവിടെ ബോൾട്ട് വാങ്ങുമ്പോൾ തന്നെ കൂടെ കിട്ടുന്ന നെട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ടോപ്പിലായിട്ട് നമ്മൾ 2 വാഷറും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് കുറച്ചുകൂടെ ടൈറ്റ് കുറച്ചുകൂടെ ഒന്ന് സേഫ് ആവാൻ വേണ്ടിയിട്ട് 2 വാഷറും കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് സംഭവം ഹാൻഡിൽ ബാറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. 2 സൈഡിലും അതേപോലെ തന്നെയാണ്. ഇവിടെ നിന്നൊക്കെയുള്ള ലുക്ക് ഇതാണ് കേട്ടോ. പിന്നെ വേറെ ചെയ്തേക്കുന്നത് വെച്ചാൽ നമ്മുടെ ഈ ഒരു സ്വിച്ച് സെറ്റിൻ്റെ ലോക്ക് ഉണ്ടല്ലോ, ഇതിനൊരു ലോക്കുണ്ട്. ഇത് ഇളക്കുമ്പോഴത്തേക്കും ചെറിയൊരു കുറ്റിയാണ് അകത്തോട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ആ ലോക്ക് നമ്മുടെ ഈ ഡോമിനർ വാങ്ങിക്കുമ്പോൾ സ്റ്റോക്കായിട്ടുള്ള ഹാൻഡിലിൻ്റെ ഇവിടെ ഒരു ഹോൾ വരും കേട്ടോ. ഈ ഒരു ഭാഗത്തല്ല, അകത്തോട്ട് ഇവിടെ ഒരു ഭാഗത്തൊരു ഹോൾ വരും. അപ്പോൾ ഈ ഒരു സ്വിച്ച് സെറ്റിന് ഇത് വെക്കുമ്പോഴത്തേക്കും കറക്റ്റ് ആവില്ല കേട്ടോ. അപ്പോൾ അഡീഷണലായിട്ട് നമ്മളിവിടെ ഡ്രില്ലിംഗ് മെഷീൻ വെച്ചിട്ട് ഇവിടെ ഒരു ഹോൾ ഇടേണ്ടി വരും കേട്ടോ. അത് ഞാൻ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ കണ്ടുകാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് സെറ്റിങ്ങിൻ്റെ കാര്യങ്ങൾ കേട്ടോ. വേറെ നോക്കാനുള്ള കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഉള്ളതെന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് പേരുടെ ഡൗട്ടാണ് നമ്മളിങ്ങനെ കെയർ ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനെയൊക്കെ കാണുമ്പോഴത്തേക്കും താക്കോലിടാൻ വേണ്ടി എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളൂ എന്നുള്ള കാര്യം. താക്കോലിടാൻ വേണ്ടി പ്രത്യേകിച്ച് ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ഇത്രയും ഗ്യാപ്പും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് താക്കോലിടാൻ വേറെ സീനോ കാര്യങ്ങളൊന്നുമില്ല, വേറെ വിഷയമൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞില്ല, ഈ ഒരു നമ്മളെ ബുള്ളറ്റിൻ്റെ വെയിറ്റ് വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ വളയ്ക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു പോർഷൻ, ഈ ഒരു സ്വിച്ച് സെറ്റും ഇവിടെ നമ്മൾ ടാങ്കിൻ്റെ പോർഷനിൽ തട്ടാനുള്ളൊരു ചാൻസ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ ബുള്ളറ്റിൻ്റെ വെയിറ്റ് വെച്ചേക്കുന്നതുകൊണ്ടാണ് ഈ ഇത്രയും ഗ്യാപ്പ് ഉള്ളത്. ഈ ഒരു വെയിറ്റ് വെച്ചില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ഹൈറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ടാങ്കിൽ ഈ ഒരു സെറ്റ് ഒന്ന് തട്ടും കേട്ടോ. പിന്നെ അതുമാത്രമല്ല, ഈ ഒരു ഇതുണ്ടോ നമ്മുടെ ഈ ഒരു ഹോൾഡറിൻ്റെ പോർഷൻ ഇത്ര ഒരു ചെറിയൊരു ഗ്യാപ്പേ ഉള്ളൂ കേട്ടോ. ഈ ഒരു ഗ്യാപ്പിലാണ് നിൽക്കുന്നത്. ഹൈറ്റ് വേണമെങ്കിൽ നമുക്ക് കൂട്ടാൻ പറ്റും. പക്ഷേ ഹൈറ്റ് കൂട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ക്ലച്ചിൻ്റെ കേബിൾ അല്ലെങ്കിൽ ആക്സിലേറ്ററിൻ്റെ കേബിളൊക്കെ ചേഞ്ച് ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പോൾ നിങ്ങൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോർമലായിട്ടുള്ളൊരു ഹൈറ്റും കാര്യങ്ങളൊക്കെ മതിയെന്നുണ്ടെങ്കിൽ നമ്മുടെ ബുള്ളറ്റിൻ്റെ വെയിറ്റ് തന്നെ നല്ല കറക്റ്റായിട്ട് ഫിറ്റ് ആവും കേട്ടോ. നമ്മുടെ ടാങ്കിൽ തട്ടയൊന്നുമില്ല, വളയ്ക്കാനും തിരിക്കാനൊക്കെ സംഭവം നൈസാണ് കേട്ടോ. വേറെ കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ, ഞാൻ പറഞ്ഞില്ല, ജസ്റ്റ് ഒരു ദിവസമെങ്കിലും ഇവർ ഹാൻഡിൽ വെച്ച് ഓടിച്ച് നോക്കിയാലേ എനിക്ക് ഫുള്ളായിട്ട് ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ജസ്റ്റ് വെച്ചിട്ട് കൊള്ളാമെന്ന് മാത്രം പറയാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ സെറ്റ് ചെയ്യേണ്ട പിറ്റേ ദിവസമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ നല്ല കംഫർട്ട് ഉണ്ട് കേട്ടോ. നമ്മുടെ സ്റ്റോക്ക് ഹാൻഡിലുമായിട്ട്, അതായത് നമ്മുടെ 3 പീസ് ഹാൻഡിലുമായിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ അപ്രൈറ്റ് ആയിട്ടുണ്ട്. അതായത് ഹാൻഡിലും പൊസിഷനും കുറച്ചുകൂടെ നമ്മൾ ഒന്ന് റിലാക്സ് ചെയ്താണ് ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ലോങ് ഒക്കെ പോകുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ റിലാക്സ് ചെയ്ത് കൈയൊക്കെ നല്ല ഫ്രീ ആയിട്ടിരിക്കും കേട്ടോ. നല്ല അപ്രൈറ്റ് ആയിട്ടുണ്ട്. ഡോമിനൻ്റ് ഹാൻഡിൽ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ സിംഗിൾ പീസ് ഹാൻഡിൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റും കേട്ടോ. സ്റ്റോക്ക് ഹാൻഡിലുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നല്ല കംഫർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മറ്റേതിനെ അപേക്ഷിച്ച് ഇതാണ് കുറച്ചുകൂടെ കിടിലായിട്ട് തോന്നിയത്. കാരണം അത് ഓടിച്ച് നോക്കിയാലും മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ ഹാൻഡിൽ സെറ്റ് ചെയ്യാനൊക്കെ ഉദ്ദേശിക്കുന്നവർ ഒരു വണ്ടി ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ സെറ്റ് ചെയ്യാം കേട്ടോ. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, സംഭവം അടിപൊളിയാണ്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സ്റ്റോക്ക് ഹാൻഡിൽ അത്ര മോശമായിട്ടൊന്നും തോന്നിയിട്ടില്ല. കുറേ പേര് പറഞ്ഞിട്ടുണ്ട് തോൾ വേദനയും കൈവേദനയൊക്കെ ഉണ്ട് ലോങ് പോകുന്ന സമയത്ത്. ഞാൻ ഒറ്റ സ്ട്രെച്ചിൽ ഏകദേശം ഒരു 300 കിലോമീറ്റർ ഒറ്റ സ്ട്രെച്ചിൽ എൻ്റെ സ്റ്റോക്ക് ഹാൻഡിൽ വെച്ച് വണ്ടി ഓടിച്ചിട്ടുണ്ട്. എന്നിട്ടും എനിക്ക് പെയിനോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. എനിക്ക് സ്റ്റോക്ക് വലിയ ഇഷ്യൂ ഇല്ല. പിന്നെ ഇതൊരു ചേഞ്ച് ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മുടെ ഡോമിനൻ്റ് ഹാൻഡിൽ മാറ്റിയത്. പക്ഷേ രണ്ടും നൈസാണ്. ഇത് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് തോന്നി. സ്റ്റോക്കിനെ അപേക്ഷിച്ച് സ്റ്റോക്കുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡോമിനൻ്റ് ഹാൻഡിൽ കുറച്ചുകൂടെ ഒരു സുഖമുള്ള പോലെ തോന്നി കേട്ടോ. വണ്ടി ഓടിക്കാനും കൊണ്ട് നടക്കാനായിട്ടൊക്കെ, വളയ്ക്കാനും തിരിക്കാനും കോർണർ ചെയ്യാനൊക്കെ വണ്ടി നൈസാണ്. സ്റ്റോക്കിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെയൊക്കെ കോർണർ ചെയ്യാനൊക്കെ കുറച്ചുകൂടെയൊക്കെ നല്ല നൈസാണ് കേട്ടോ. ഗൈസ്, അപ്പോൾ ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ആർക്കെങ്കിലുമൊക്കെ ഉപയോഗപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നു. ഹാൻഡിൽ മാറാൻ പോകുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത്. ജസ്റ്റ് ഏതെങ്കിലും വേറൊരു വണ്ടി ഓടിച്ച് നോക്കിയിട്ട് നിങ്ങൾ ഹാൻഡിൽ മാറുക കേട്ടോ. ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. കാരണം എനിക്ക് തന്നെ പെട്ടെന്ന് 3 വർഷം ഞാൻ മറ്റേ സ്റ്റോക്ക് ഹാൻഡിൽ യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് ഇതിലോട്ട് മാറിയപ്പോഴത്തേക്ക് ആദ്യം കുറച്ച് ബുദ്ധിമുട്ട് പോലെയൊക്കെ തോന്നിയിട്ടുണ്ട്. പിന്നെ ഓടിച്ച് ഏകദേശം കാര്യങ്ങളൊക്കെ ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.